വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ. 4 മാസം മുൻപ് 75 ലക്ഷം രൂപ ലോട്ടറി അടിച്ച യുവാവ് ജീവനൊടുക്കിയതിനു പിന്നിലെ കാരണമറിഞ്ഞ് ഞെട്ടിയിരിക്കുകയാണ് കാസർഗോഡ് നെല്ലിക്കുന്നിലെ നാട്ടുകാർ. കഴിഞ്ഞ ദിവസമാണ് നെല്ലിക്കുന്ന് ബീച്ച് റോഡിലെ രൂപണ്ണ ഷെട്ടി ഭവാനി ദമ്പതികളുടെ മകൻ വിവേക് സ്വന്തം ബേക്കറിയിൽ തൂങ്ങി മരിച്ചത്. ഭാര്യ ആരതി 7 മാസം ഗർഭിണി കൂടിയായ സാഹചര്യത്തിൽ വിവേകിന്റെ കടുങ്കൈയാണ് നാട്ടുകാർക്കും വീട്ടുകാർക്കും തീരാ വേദനയായി മാറിയത്. സംഭവത്തിൽ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തെത്തുന്നത്. നാട്ടുകാർക്കാർക്കും യാതൊരു ശല്യവും ഉണ്ടാക്കാത്ത ആളായിരുന്നു വിവേക് എന്ന് കാസർഗോഡ് മുനിസിപ്പാലിറ്റി കൗൺസിലർ വീണ പറഞ്ഞു. 4 മാസം മുൻപാണ് കേരള സർക്കാരിന്റെ സ്ത്രീശക്തി ലോട്ടറിയുടെ 75 ലക്ഷം രൂപ വിവേകിനടിച്ചത്. ഇതിൽ നിന്നും 44 ലക്ഷം രൂപയാണ് യുവാവിന് ലഭിച്ചത്. ഇതിന്റെ വലിയ സന്തോഷം കുടുംബത്തിലാകെ ഉണ്ടായിരുന്നു. യാതൊരുവിധ സാമ്പത്തിക പ്രശ്നങ്ങളും ഇല്ലാതെ നല്ല നിലയിലാണ് കുടുംബം ജീവിച്ചിരുന്നത്. നെല്ലിക്കുന്ന് ഓവർ ബ്രിഡ്ജിന് സമീപം സ്വന്തം ബേക്കറിയും വിവേക് നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ 11 മണിയോടെയാണ് സംഭവം. രാവിലെ തൊട്ടടുത്ത കടയിൽ കൊടുത്തിരുന്ന താക്കോൽ വാങ്ങി വിവേക് ബേക്കറി തുറന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് ആത്മഹത്യ ചെയ്തത്. വിവേകിന്റെ വീട്ടുകാർ കടയിലെത്തിയപ്പോഴാണ് ദാരുണ കാഴ്ച കണ്ടത്. കാസർഗോഡ് ടൗൺ പോലീസ് ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തി. സ്ഥിരം മദ്യപാനിയായിരുന്ന യുവാവ് ലോട്ടറി അടിച്ച ശേഷം കൂടുതൽ മദ്യപിച്ചിരുന്നതായാണ് ബന്ധുക്കളുടെ മൊഴി. ഇതേ തുടർന്നുള്ള മാനസിക പ്രയാസമാകാം ആത്മഹത്യയിലേക്ക് നയിച്ചിരുന്നത് എന്നും പോലീസിന് ബന്ധുക്കൾ നൽകിയ മൊഴിയിൽ പറയുന്നു. മദ്യപാനം നിയന്ത്രിക്കുന്നതിനായി യുവാവ് ശബരിമല വ്രതം നോറ്റിരുന്നുവെന്നും അയ്യപ്പ ദർശനം നടത്തിയിരുന്നുവെന്നും വിവേകിന്റെ നാട്ടുകാരനായ അനിൽ പറഞ്ഞു. ഈ സമയത്തൊട്ടും തന്നെ മദ്യപിച്ചിരുന്നില്ല. എന്നാൽ വ്രതം അവസാനിപ്പിച്ച ശേഷം വീണ്ടും മദ്യപിച്ചിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. വിവേകിന്റെ ഭാര്യ ആരതി 7 മാസം ഗർഭിണിയാണ്. ദമ്പതികൾക്ക് ആൽവി എന്ന മകനുമുണ്ട്. വിവേകിന് മദ്യപാനത്തെ തുടർന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. മറ്റു പ്രയാസങ്ങളുള്ളതായി അറിയില്ലെന്നും വിവേകിന്റെ കടുത്ത മദ്യപാനം കുടുംബത്തെ വിഷമത്തിലാക്കിയിരുന്നുവെന്നും ആത്മഹത്യ നാടിനെ ആകെ നടുക്കിയെന്നും കൗൺസിലർ വീണ പറഞ്ഞു. വിവേകിന്റെ അച്ഛൻ രൂപണ്ണ ഷെട്ടി നേരത്തെ മരിച്ചിരുന്നു. ഭവാനിയാണ് അമ്മ. പുനീത്, വിദ്യ എന്നിവർ സഹോദരങ്ങൾ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.